നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക AICC സ്ക്രീനിംഗ് സമിതിക്ക് കൈമാറി. സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ തർക്കങ്ങളില്ലാത്ത 40ഓളം മണ്ഡലങ്ങളിലെ പട്ടികയാണ് മധുസൂദനൻ മിസ്ത്രി അധ്യക്ഷനായ സമിതിക്ക് കൈമാറിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വമാണ്. സിനിമ മിമിക്രി താരം രമേശ് പിഷാരടിയെ പാലക്കാട് കളത്തിലിറക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചകൾ ബലം കണ്ടതായാണ് വിവരം. മത്സരിക്കാൻ പിഷാരടി സന്നദ്ധത അറിയിച്ചതോടെ പാലക്കാട്ടെ പോരാട്ടം താരപ്പൊലിമയുള്ളതാകും. പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കണമെന്ന പൊതുധാരണയിലാണ് സംസ്ഥാന നേതൃത്വം. രമേശ് പിഷാരടി മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട് മണ്ഡലത്തിൽ യുവ വോട്ടർമാരെയും നിഷ്പക്ഷ വോട്ടർമാരെയും ആകർഷിക്കാൻ പിഷാരടിയുടെ സാന്നിധ്യം ഗുണകരമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. തൃപ്പൂണിത്തുറയിലും സിറ്റിംഗ് MLA-ക്ക് പകരം പുതിയൊരാളെ പരീക്ഷിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഡൽഹിയിൽ സ്ക്രീനിംഗ് സമിതി യോഗം ചേർന്നത്. 3 ഘട്ടങ്ങളിലായി പട്ടിക കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്ത സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. MP-മാരുടെ കാര്യത്തിൽ സസ്പെൻസ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിനെ വിട്ടിരിക്കുകയാണ്. 50 സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏതു നിമിഷവും പ്രഖ്യാപിക്കാൻ സജ്ജമാണെന്ന് VD സതീശൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടടുത്ത് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ നീക്കം.